ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാഴക്കൂമ്പിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പൊ എങ്ങനെ നമുക്കൊരു വാഴക്കൂമ്പ് വറവ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വാഴക്കൂമ്പിനെ ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് കുനുകുനായിട്ട് കൊത്തി അരിഞ്ഞിടണം. അപ്പൊ ആദ്യം നമുക്ക് ഈ വാഴക്കൂമ്പിനെ അങ്ങനെ അരിഞ്ഞിട്ടതിന് ശേഷം കാണാം. അപ്പൊ ഞാനിവിടെ കൂമ്പ് വറവിന് വേണ്ടിയിട്ട് ഞാൻ കൂമ്പ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കലാണ് കേട്ടാ. അപ്പൊ കൂമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഞാൻ കുറച്ച് മുറിച്ചിട്ടു. അതിനുശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അഥവാ കട്ട് ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ 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 കൊത്തി കൊത്തി കൊടുക്കുക കേട്ടാ. ഇങ്ങനെ കൊത്തി കൊടുത്തിട്ട് ഇതാ ചെറുങ്ങനെ ഇങ്ങനെ മുറിച്ചിടുക, നേർങ്ങനെ മുറിച്ചിടണം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ കട്ടിക്കനിയായാലും വേകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ നേർങ്ങനെ മുറിച്ചിടുക. നമ്മൾ കൂമ്പ് എടുക്കുന്ന സമയത്ത് വെച്ചാൽ ഈ കൂമ്പിന്റെ ഈ തുറന്നു വരുന്ന ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ആ പൊളി ഇങ്ങനെ പൊളിച്ച് കളയണം കേട്ടാ. അതിന്റെ ആ ഒരു പുറത്തെ പൊളി ഉണ്ടല്ലോ, ഇങ്ങനെ തുറന്നു വരുന്നത് പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ മുഴുവൻ മൂടിയ ഭാഗം എടുക്കുക അത് കേട്ടാ. കാരണം വവ്വാലും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതിന്റെ ഒന്നും വേണ്ടെന്ന് വെച്ചാൽ നല്ലോണം നമ്മൾ കഴുകിയിട്ടാണ് ഇത് കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തുറന്നു വരുന്ന പാളി ഉണ്ടെങ്കിൽ അത് പൊളിച്ച് കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടാ. ഇത് പെട്ടെന്ന് കറുപ്പടിക്കുന്ന ഒരു ഇതാണ്, അത് സാരില്ല. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ കൂമ്പ് ഞാനിവിടെ മുറിച്ചിട്ടിട്ട് ഏകദേശം തീരാനായി കേട്ടാ. കണ്ട ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇനിയും കുറച്ചും കൂടി കിട്ടും കേട്ടാ. കാരണം വാഴേന്റെ ഒരു സാധനം നമുക്ക് വേസ്റ്റ് ആക്കി കളയാനില്ല, എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ മാക്സിമം കൂമ്പെല്ലാം കിട്ടുന്ന സമയത്ത് നിങ്ങൾ വറവെല്ലാം ആക്കിയിട്ട് കഴിക്കുക. ഇത്രയും നല്ല ഗുണമുള്ള സാധനം വേറെ ഇല്ല. അപ്പോൾ ഞാനിവിടെ കൂമ്പ് മുഴുവൻ മുറിച്ചിട്ടിട്ടുണ്ട് കണ്ട. ആകെ ഇത്രേ ബാലൻസ് ഉള്ളൂ. ഇതും വേണമെങ്കിൽ മുറിച്ചിടാം, പക്ഷെ മതിയല്ലേ. അപ്പോൾ നമുക്ക് വറക്കേണ്ട കൂമ്പ് ഇട റെഡി ആയിട്ടുണ്ട് കണ്ട. നല്ല പൊടി പൊടി പോലെ മുറിച്ചിട്ടിട്ട്. അപ്പോൾ കൂമ്പ് മുറിച്ചിടുമ്പം എപ്പോഴും ഈ ഒരു ഇതിൽ മുറിച്ചിടണം കേട്ടോ, കനത്തിൽ മുറിച്ചിടണം. പിന്നെ കൂമ്പ് മുറിച്ചിട്ട് എന്തായാലും കൈക്ക് കറിയുണ്ടാവും. അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൊട്ട് തടിയാൽ ആ കറി അങ്ങ് പോകും കേട്ടാ. അപ്പൊ നമുക്കിനി കൂമ്പ് വറവാക്കാം. ഞാനിവിടെ കൂമ്പ് മുറിച്ചിട്ടതിന് ശേഷം കയ്യിലങ്ങ് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ തടകി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇങ്ങനെ തടവി വെച്ചാൽ കുറച്ച് കഴിയുമ്പം അത് ആ കറയങ്ങ് പോയി കിട്ടും. അപ്പോൾ കൈക്കെല്ലാം കറ വരും, അത് സാരില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടാ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ അമ്മമ്മ ഇങ്ങനെ ചെയ്യുന്ന കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ. അപ്പൊ പണ്ടത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ മിക്സ് ആയി കിട്ടണം കേട്ടോ. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിന്റെ അപ്പുറത്തൊരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് കിട്ടാനില്ല. അപ്പൊ ഇതേ ഉള്ളൂ ഇനി പണി. ഇനി ഇത് നേരെ ഏത് പാത്രത്തിലാണ് നമ്മൾ കൂമ്പ് വറവാക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ കൂമ്പ് വറവാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ച കൂമ്പുണ്ടല്ലോ, അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈസി വേ ആണ്, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൂമ്പ് മുറിച്ചിട്ടത് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാസിലെ ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കുക കേട്ടോ. തീ കൂട്ടി കൊടുക്കാനേ പാടില്ല. ഇനി നമുക്കൊരു 5 മിനിറ്റ് സമയം ഇത് അടച്ചു വെക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നില്ല. കൂമ്പുന്ന് തന്നെ ഉള്ള വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരിക. അതുകൊണ്ടാണ് തീ സിമ്മിലിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഇടയ്ക്കൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ആദ്യം അടച്ചു വെക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. തീ സിമ്മിൽ നമുക്കിനി കുറച്ച് ചിരണ്ടിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം കുറച്ച് നല്ലോണം ചേർത്ത് കൊടുത്തിട്ടാ, നല്ല ടേസ്റ്റാണ്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെ ഹെൽത്തി ആയതും ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു
വറവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഉപ്പ് അധികമായി പോണ്ട കേട്ടോ, അതുകൊണ്ട് നോക്കി നോക്കി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പൊ നമ്മളെ കൂമ്പ് വറവ് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് മിനിറ്റ് ആയി കേട്ടാ. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, കൂമ്പ് വറവിന്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്, ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ കൂമ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൂവൻകായയുടെ കൂമ്പ് എടുക്കാൻ പാടില്ല കേട്ടാ. അത് മൈസൂർ കായന്റെ കൂമ്പും നേന്ത്രക്കായയുടെ കൂമ്പും മാത്രമേ എടുക്കാവൂ കേട്ടാ. നേന്ത്രക്കായന്റെ കൂമ്പ് നല്ല ഫ്രഷ് ആണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്, നല്ല ടേസ്റ്റുമാണ് കേട്ടാ. പൂവൻകായന്റെ കൂമ്പ് എടുക്കാറെന്ന് പറയുന്നത് അത് കയപ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടാ, ഉണ്ടാക്കിയാൽ ഒട്ടും കഴിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പൂവൻകായയുടെ കൂമ്പ് എടുക്കുന്നത്. നമ്മളിവിടെ മൈസൂർ കായ എന്ന് പറയുന്നത് ചില സ്ഥലത്തെല്ലാം പാളയം കൂടെ എന്ന് പറഞ്ഞ ഒരു പഴമില്ലേ, പാഴയുടെ കൂമ്പിനാന്ന് പറയുന്നത് മൈസൂർ എന്ന് കേട്ടാ. ഇവിടെ കണ്ണൂരിലെ മൈസൂർ കായ എന്നാ പറയും. അപ്പോൾ നമ്മളെ കൂമ്പ് വറവ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് കൂമ്പ് വെന്ത് കിട്ടും കേട്ടോ. ഞാനിവിടെ ഒറ്റ തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ഇൻ കേസ് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന്റെ കുറവ് തോന്നുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഫ്രഷ് കൂമ്പല്ലാണെങ്കിൽ വെള്ളം കുടയേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി വറുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ കൂമ്പിന് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോറെല്ലാം വെക്കുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ ആ അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് അരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അരി ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് 2-3 വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. നേരെ ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളകും അരിയും എല്ലാം ഈ കൂമ്പിന് വറുത്തിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യറ്, ആരും കടുകൊന്നും വറുത്തിട്ട് വെക്കുക കേട്ടോ. ഇതന്നെ വറുത്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കൂമ്പിലേക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത വറവ് കൂമ്പിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? എന്നാ മണം എന്നറിയോ? ആ അരി വറുത്തിട്ട് കൊടുത്തതിന് ശേഷം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു വറവാണ്. ഇങ്ങനെ കൂമ്പ് വറവ് ഉണ്ടാക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.